Namaste, children. Hope all are staying safe at home. Are you all studying well? If you have any doubt, check the video once again. You can clear the doubt from the video itself. I want to ask you something. Day before yesterday, it was a special day for all of us. Do you remember that? Which day it was? It was August 15th, our Independence Day. Did you all celebrate? We have been celebrating this day in our school every year by hosting the flag and conducting the march past and all. But unfortunately, this year we couldn't. We all are under the clutches of a pandemic disease. Do you know how we can say Independence Day in Hindi? Swatantrata Divas. How we can say? Swatantrata Divas. And come back to our class. Today we are going to learn a lesson Viman Uda. Chapter 2 Viman Uda. Come to page number 20 and listen there. Look into your text, touch with your fingertips. Listen. ई की मात्रा ई और ई की मात्रा ह्रस्व ई और दीर्घ ई. These two we learned in the previous class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈയുടെയും ഹ്രസ്വമായിട്ടുള്ള ഈയുടെയും ദീർഘമായിട്ടുള്ള ഈയുടെയും മാത്രാ ചിഹ്നങ്ങൾ പഠിച്ചു. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ചാപ്റ്റർ 2 വിമാൻ ഉഡ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലെസണാണ്. ആ ലെസൺ മെയിൻലി ബേസ്ഡ് ഓൺ മാത്രാ ചിഹ്ന ഓഫ് ഇ. ഈയുടെ മാത്രാ ചിഹ്നത്തിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഈ ലെസൺ. ഹ്രസ്വ ഈക്ക് മാത്രയാണ് ആദ്യം പറയുന്നത്. ഹ്രസ്വമായിട്ടുള്ള ഈയുടെ മാത്രാ ചിഹ്നം ഉപയോഗിച്ചിട്ടുള്ള വിമാൻ ഉഡ. ഈക്ക് മാത്ര ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്ന ഈയുടെ ചിഹ്നമാണ് ഈക്ക് മാത്ര ക അഭ്യാസ്. നമുക്കൊന്ന് വായിച്ചു നോക്കാൻ, കുറച്ച് വേർഡ്സൊക്കെ പരിചയപ്പെടാൻ, ഈയുടെ മാത്ര വെച്ചിട്ടുള്ള വേർഡ്സൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടുള്ളതാണ് വിമാൻ ഉഡ. വേർഡ്സ് മീനിങ്: വിമാൻ ഫ്ലൈറ്റ്, otherwise plane. Uda took off. Viman uda, the flight took off. Udana meaning to fly, പറക്കുക. ഉഡ ഉഡ എന്ന് പറഞ്ഞാൽ ഫ്ലൂ എന്നാണ് അർത്ഥം. ഈ ഫ്ലൂ എന്ന വാക്ക് വിമാനം പറന്ന സന്ദർഭത്തിൽ നമ്മൾ ഉപയോഗിക്കാറില്ല. ഫ്ലൈറ്റ്, ടേക്ക് ഓഫ്, ലാൻഡിങ്, ഇത് രണ്ടുമാണ് ഉപയോഗിക്കുന്നത്. വിമാനം പറന്നു പൊങ്ങുന്നതിനെ ടേക്ക് ഓഫ് ചെയ്യാമെന്നും ഇറങ്ങുന്നതിനെ ലാൻഡിങ് എന്നുമാണ് പറയാറ്. അപ്പോൾ അത് വിമാൻ ഉഡ എന്ന് പറയുമ്പോൾ ദ ഫ്ലൈറ്റ് ടുക്ക് ഓഫ് അങ്ങനെയാണ് പറയുക. The flight flew എന്നും പറയും. പക്ഷേ അത് the proper way ഇങ്ങനെയാണ്: ഫ്ലൈറ്റ് took off. The flight took off. വിമാൻ ഉഡ, the flight took off. വിമാനം പറന്നു, അതാണ് അതിൻ്റെ മലയാളം. വിമാൻ ഉഡ, വിമാനം പറന്നു. ഉഡന പറക്കുക, ഉഡ പറന്നു. I hope you all understood this. विमान उड़ा. ई की मात्रा का अभ्यास. विशाल इधर आ. व ई की मात्रा व ई वि. शाल विशाल इधर आ. നമ്മൾ നേരത്തെ കണ്ടു
ഈ എന്നുള്ള സ്വരാക്ഷരം ഒരു വ്യഞ്ജനാക്ഷരത്തിൻ്റെ കൂടെ ചേർത്ത് വായിക്കുമ്പോഴാണ് ആ വ്യഞ്ജനാക്ഷരത്തിന് ഈ എന്നുള്ള സ്വരത്തിൻ്റെ ചിഹ്നം നമ്മൾ ഉപയോഗിക്കുന്നത്. അതേസമയം ഒരു വാക്കിൽ ഈയിൽ തുടങ്ങുന്ന അക്ഷരത്തിന് ആ ഈ എന്നുള്ള ആ സ്വരാക്ഷരം തന്നെ നമ്മൾ എഴുതുന്നു. അതാണ് വിശാൽ ഇധർ ആ. ഈ സെ ഇധർ, ഇധർ ആ. ടിക്കറ്റ് ദിഖ, ട് ഇ ടി, ടിക്കറ്റ്. ദ ഇ ദി, ദിഖ. Vishal, the name of a child. Idhar means here. A, come. Vishal, come here. Ticket, dikha. Ticket means ticket. In English also ticket. ഇംഗ്ലീഷിലാണ് ടിക്കറ്റ് എന്നാണ്. വിശാൽ ഇവിടെ വരൂ. ടിക്കറ്റ് ദിഖ. Please show your ticket. Dikhana, to show. Show your ticket. वह रहा विमान. वह रहा विमान. Viman means flight, plane, these are the. Vah means there. Yah means here. This or here. Vah raha means there is a flight. Itna bada. Bada means big. Itna bada means this much bigger. Itna bada, this much bigger. ഇത്രയും വലുതോ? And they are given one mark, one straight line and a dot. ഒരു സ്ട്രേറ്റ് ലൈനും ഒരു ഡോട്ടും കൊടുത്തിട്ടുണ്ട്. അത് ആശ്ചര്യ ചിഹ്നത്തെ കാണിക്കുന്നതാണ്. എക്സ്ക്ലമേഷൻ മാർക്ക്, ആശ്ചര്യത്തെ കാണിക്കുന്ന. ഇത്രയും വലിയ വിമാനം എന്നുള്ള ആ ആശ്ചര്യത്തെ കാണിക്കുവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വിശാൽ ഇധർ ആ എന്ന് പറഞ്ഞാൽ വിശാൽ ഇവിടെ വരൂ. ടിക്കറ്റ് ദിഖ മീൻസ് ആ ടിക്കറ്റ് കാണിക്കൂ. വഹ്രഹ വിമാൻ, അതാ കാണുന്നതാണ് വിമാനം. ഇത്ന ബടാ, ഇത്രയും വലിയ വിമാനം, ഇത്രയും വലുതാണ് വിമാനം. പ്ലെയിൻ. നെക്സ്റ്റ് പാരഗ്രാഫ്. വിശാൽ ഇധർ ഉധർ ന ജാ. വിശാൽ ഇധർ ഉധർ ന ജാ. Vishal, na ja. Jana means go, na ja don't go. Idhar means here, udhar means there. Don't go here and there. ഇവിടേക്കും അവിടേക്കും ഒന്നും പോകാതെ ഒരു സ്ഥലത്ത് നിൽക്കാനായിട്ടാണ് വിശാലിൻ്റെ അമ്മ വിശാലിനോട് പറയുന്നത്. ഇവിടെ വിശാൽ എന്നുള്ള ആ ശബ്ദം, വാക്കാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത്. ഈ. വിശാൽ ഇധർ ഉധർ ന ജാ. അവിടെ ഫുൾ സ്റ്റോപ്പ് കൊടുത്തിട്ടുണ്ട്. സ്ട്രേറ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത് ഫുൾ സ്റ്റോപ്പാണ്. അബ് വിമാൻ പർ ചढ़. അബ് മീൻസ് നൗ. വിമാൻ പ്ലെയിൻ. പർ in the plane. ചढ़ climb. Get into. Now you get into the flight. ഇപ്പോൾ നീ ആ വിമാനത്തിലേക്ക് കയറൂ. വിമാൻ ചൽ പടാ. വിമാൻ ചൽ പടാ. The flight took off. വിമാനം പറന്നു പോകുന്നതിന് എന്താ പറയുന്നത്? ടേക്ക് ഓഫ് ചെയ്യാന്ന് പറയും. ഇവിടെ ചൽ പടാ മീൻസ് അത് പാസ്റ്റ് ടെൻസിലാണ് പറയുന്നത്. അപ്പോൾ ടുക്ക് ഓഫ്. The flight took off. अब वह उड़ गया. Now it's took off from the aerodrome. ആ എയറോഡ്രോമിൽ നിന്ന് ഇപ്പോൾ ഫ്ലൈറ്റ് പറന്ന് പൊങ്ങിയിരിക്കുന്നു. ഉഡ്ന ടു ഫ്ലൈ. ഉഡ് ഗയ മീൻസ് ഫ്ലൂ. ഇറ്റ്സ് ഫ്ലോൺ അവേ. It's flown away from the aerodrome. Next one, abhyas. And the exercise portion we have to do. നമുക്കതിൽ നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ആൻസർ സൈഡിൽ കൊടുത്തിരിക്കുന്ന ലൈനിൽ എഴുതണം. എങ്ങനെയാണ് എഴുതേണ്ടതെന്ന്
അവിടെ ഒരു ഉദാഹരണം കാണിച്ചിട്ടുണ്ട്. ആ ലൈനിൽ നിന്ന് ഹാങ്ങിങ് ലെറ്റേഴ്സ് ആയിട്ടാണ് ഹിന്ദി എഴുതേണ്ടത്. അപ്പോൾ നിങ്ങളുടെ പുസ്തകത്തിൽ പേജ് നമ്പർ 20 കൊടുത്തിരിക്കുന്ന ആ ബ്ലാങ്ക് സ്പേസിൽ അവിടെ അതിൻ്റെ ആൻസർ എഴുതുക. അത് എഴുതാനായിട്ടുള്ള ആൻസർ ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് എഴുതിയാൽ മതി. അപ്പോൾ എഴുതേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു ഫസ്റ്റ് ആൻസർ അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ, അഭ്യാസിലെ ഫസ്റ്റ് വൺ, ഇൻകെ ജവാബ് ലിഖോ. ഇൻകെ ജവാബ് ലിഖോ. ജവാബ് മീൻസ് ആൻസർ. ലിഖ്ന, write. And you have to write the answers. The questions given on one side and the other side you have to write the answers. ഒരു ഭാഗത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അടുത്ത സൈഡിൽ അതിൻ്റെ ആൻസേഴ്സ് എഴുതണം. വിശാലിനെ ക്യാ ദിഖായ. വിശാലിനെ ക്യാ ദിഖായ. What Vishal shown. What did he show? Vishal shown the ticket, right? Vishal ne kya means what? Dikhana, shown. Dikhaya, shown. Dikhana, to show. Dikhaya, shown. What did he show? Ticket. They are written the answer. First one answer given there, ticket. Ticket. അത് ആ ലൈനിൽ നിന്ന് താഴോട്ടാണ് അക്ഷരങ്ങൾ എഴുതേണ്ടത്. ഹിന്ദി ലെറ്റേഴ്സ് ആർ ഹാങ്ങിങ് ലെറ്റേഴ്സ്. ഹിന്ദി ആ ലൈനിൽ നിന്ന് താഴേക്ക് ഹാങ്ങിങ് ആയിട്ടാണ് എഴുതേണ്ടത്. നോട്ട് എ സിറ്റിംഗ് ലെറ്റർ. സിറ്റിംഗ് ആയിട്ട് എഴുതരുത്. അതിൻ്റെ ലൈനിൽ നിന്ന് താഴേക്ക് ആയിട്ട് എഴുതുക. വിമാൻ കേസാ ധ. ഹൗ വാസ് ദ പ്ലെയിൻ? വിമാൻ കേസാ. ഹൗ വാസ് ദ പ്ലെയിൻ? बड़ा. The answer is बड़ा था. विमान कैसा था? बड़ा था. उड़ा कौन? Who flown the flight? Right? विमान. Which is a word for flight? വിമാൻ. ഉടാ കോൻ. ഹൂ ഫ്ലോൺ. ആരാണ് പറന്നത്? വിമാനം. അപ്പോൾ വിമാൻ. അവിടെ താഴെ തേർഡ് ലൈനിൽ വിമാൻ എഴുതുക. വിശാലിനെ ക്യാ ദിഖായ. വിശാൽ എന്താണ് കാണിച്ചത്? ടിക്കറ്റ്. ടിക്കറ്റ് കാണിച്ചാലാണ് നമുക്ക് എയറോഡ്രോമിൽ അവർ കടത്തി വിടുകയുള്ളൂ അല്ലേ. അപ്പോൾ ടിക്കറ്റ്, അതിൻ്റെ ആൻസർ ടിക്കറ്റ് എന്ന് എഴുതുക. വിമാൻ കേസാധ. വിമാനം എങ്ങനെയുള്ളതായിരുന്നു? ബഡാധ, വലുതായിരുന്നു. ഉടാ കോൻ. ആരാണ് പറന്നത്? വിമാനം. അപ്പോൾ വിമാൻ അവിടെ മൂന്നാമത്തെ ലൈനിൽ വിമാനം എന്ന് എഴുതുക. നെക്സ്റ്റ് സെക്കൻഡ് വൺ, അബ് ലിഖോ. അബ് ലിഖോ. സം ലെറ്റേഴ്സ് ഗിവൺ ദെയർ. ഇക്ക് മാത്രം ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ലെറ്റേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. അത് എഴുതി ഡോട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഡോട്ട് ഫില്ല് ചെയ്ത് എഴുതി അതിൻ്റെ താഴെയുള്ള ആ ലൈൻ കൊടുത്തിരിക്കുന്നതിലും അതിൻ്റെ അവിടെ നിന്ന് താഴോട്ട് എഴുതി അത് പൂർത്തിയാക്കുക. ഹാങ്ങിങ് ലെറ്റേഴ്സായിട്ട് എഴുതി പൂർത്തിയാക്കുക. നെക്സ്റ്റ്, ചിത്രോ കെ നാം ലിഖോ. നെയിം ദ പിക്ചേഴ്സ്. വി ഹാവ് ടു റൈറ്റ് ദ നെയിം ഓഫ് ദോസ് പിക്ചേഴ്സ്. ആൻഡ് ഇത് മുകളിൽ കൊടുത്തിരിക്കുന്ന സ്വരാക്ഷരം ചേർത്ത് എഴുതിയിട്ടുള്ള ആ അക്ഷരങ്ങൾ ഉപയോഗിച്ചാണ് എഴുതേണ്ടത്. ഫസ്റ്റ് ഗ ഇ. ഗി. ഗിസ് എ ഗിലാസ്. ഗിലാസ്. നെക്സ്റ്റ് കൊടുത്തിരിക്കുന്ന പിക്ചർ എന്തിൻ്റെയാണ്? ദ പിക്ചർ ഇസ് എ ടിക്കറ്റ്. അപ്പോൾ ടിക്കറ്റ് എന്ന് ഹിന്ദിയിൽ അതിൽ എഴുതുക. ഐ ഷോ യു ഹൗ ടു റൈറ്റ് ദാറ്റ് ടിക്കറ്റ്. ട് ഇ. മുകളിൽ കൊടുത്തിട്ടുള്ള അക്ഷരം ട് ഇ ടി, അത് വെച്ചിട്ടുള്ള വാക്കാണ് ടിക്കറ്റ്. നെക്സ്റ്റ് വൺ, ഹ ഇ. ഹി. ഹിരൺ. ഹിരൺ മീൻസ് ഡീർ. ഹിരൺ. നെക്സ്റ്റ്, കിതാബ്. ക ഇ കി. കിതാബ്, book. Next picture is a
postman's picture. Postman, picture of a postman. ഡാക്കിയ ഇൻ ഹിന്ദി ഡാക്കിയ. ഇതിലെവിടെയാണ് ഈ എന്നുള്ള ഉച്ചാരണം വരുന്നത്? ഡാ കഴിഞ്ഞിട്ട് ക ഇ, കയുടെ കൂടെയാണ് ഈ എന്നുള്ളത് വരുന്നത്. അപ്പം ഡാക്കിയ. നെക്സ്റ്റ് വൺ മ ഇ, മി, മിഠായി. മിഠായി. മിഠായി means a sweet. Fourth picture. चित्र को उसके नाम से जोड़ो. We have to join these all pictures with its words. അതിൻ്റെ പിക്ചേഴ്സിനെ അതിൻ്റെ വാക്കുകളോട് യോജിപ്പിക്കുക. ഒരു ലൈൻ കൊണ്ട് യോജിപ്പിച്ച് വരയ്ക്കുക. ഫസ്റ്റ് സിത്താർ. സിത്താർ, സ ഇ, സ്റ്റാർട്ടിംഗ് ലെറ്റർ ഈസ് സ ഇ, സി tar. Sitar means a musical instrument. Next one, the picture of a flight, plane, aeroplane. At Viman, we studied that word Viman. Viman, plane. It's shown for you. That drawn the line. No need to draw again. So plane, Viman. Next, the picture of a bird. Chidiya. Ch I chi d I d ya. Chidiya. Draw one line and join to that word chidiya. And these are the abhyas. We are going to conclude today's class. We will meet in the next class with a new chapter. Till then, stay safe. Take care. Bye.